ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മുടെ സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് സെറ്റ്സ് ഉണ്ട്. ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, എം ടി സെറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാം വളരെ സിമ്പിൾ ആണ്, കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും പല കുട്ടികളോടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചുമ്മാ കൊണ്ടുപോയി മാർക്ക് കളയും. ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. സോ ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുത്താലോ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ ഈസ് സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റിൽ ഒരൊറ്റ എലമെന്റേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു സെറ്റിൽ ഒരൊറ്റ എലമെന്റ് ഉള്ളൂ. ഇപ്പൊ സെറ്റിന്റെ ബ്രാക്കറ്റ് ഇടും, എന്നിട്ടോ ഒരൊറ്റ എലമെന്റ് എഴുതുക. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എലമെന്റ്, ഇപ്പം 5, അതെന്താ? ദാറ്റ്സ് എ സിംഗിൾട്ടൺ സെറ്റ്. ഇനിയിപ്പോ സെറ്റ് എ, അതെന്താ? സിംഗിൾട്ടൺ സെറ്റ് ആണ്, ഒറ്റ എലമെന്റേ ഉള്ളൂ, ഓൺലി വൺ എലമെന്റ്, വൺ ആൻഡ് ഓൺലി വൺ എലമെന്റ്. അങ്ങനെ മക്കള് പറ, 0. അതിൽ 0 ആണ്, ഒന്നുമില്ല അല്ലെ? അപ്പൊ അതിലൊന്നുമില്ല, അത് സിംഗിൾട്ടൺ സെറ്റ് ആണോ? അല്ല. അങ്ങനെയാണോ? അല്ല. അതിലൊരു എലമെന്റ് ഉണ്ട്, ഇതിലൊരു എലമെന്റ് ഉണ്ട്. ആ ഒരു എലമെന്റ് 0 ഒരു എലമെന്റ് ആണ്. അപ്പൊ അത് സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ 0 വന്നു കഴിഞ്ഞാൽ അത് ഒരു എലമെന്റാ. അപ്പൊ ഒരു എലമെന്റ് ഒരു സെറ്റിൽ ഉള്ളുവെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ് ആണ്. സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. അതായത് ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. എണ്ണി തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ ഡേയ്സ് ഇൻ എ വീക്ക്, സെറ്റ് ഓഫ് ഓൾ ഡേയ്സ് ഇൻ എ വീക്ക്. അതേപോലെ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ 10th B എന്ന് പറയുന്ന ഒക്കെ എന്താ, നമുക്ക് ഒരു മേ ബി കുറച്ചൊരു 10-60 ആൾക്കാരുണ്ടാവും, പക്ഷെ എന്താണ്, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റും അല്ലെ? എണ്ണി തീർക്കാൻ പറ്റും. ഇനിയിപ്പം സെറ്റ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ കാലിക്കറ്റ്, എണ്ണി തീർക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തീരും, എന്തായാലും കുറെ ഉണ്ടാവാം, പക്ഷെ തീരും. അപ്പൊ അതാണെന്ത്, ഫൈനൈറ്റ്, എണ്ണി തീർക്കാൻ പറ്റുന്നത്. ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. എന്നാൽ ഇൻഫിനിറ്റ് സെറ്റ് എന്തായിരിക്കും? അപ്പോൾ എണ്ണി തീർക്കാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ സെറ്റ് വരിക? നടുക്ക് 0 ഉണ്ടാവും, പിന്നെ റൈറ്റ് സൈഡിലോട്ടേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3. എവിടെ തരോ? അറിയില്ല. ഇൻഫിനിറ്റിയിലോട്ടേക്ക് അങ്ങ് പോവും അല്ലെ? നെഗറ്റീവിലോട്ടേക്കോ -1 -2. അറിയില്ല, അങ്ങ് ഇൻഫിനിറ്റിയിലോട്ടേക്ക്. അവിടെ എത്ര നമ്പർ ഉണ്ട് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എണ്ണി 1 കോടി ആയി കഴിഞ്ഞാൽ 1 കോടി 1, 1 കോടി 2, അങ്ങനെ എണ്ണി നമ്മുടെ ലൈഫ് അങ്ങോട്ട് തീർന്നു പോകും. തീരൂല അല്ലെ? നമ്പർ തീരൂല അല്ലെ? അപ്പൊ അതാണ് എന്ത്, ഇൻഫിനിറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല എങ്കിൽ ഒരിക്കലും എണ്ണി തീർക്കാൻ പറ്റില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വിളിക്കാം. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വിളിക്കാം. സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ്, എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. ഒരു സെറ്റിൽ ആരും ഇല്ലെങ്കിൽ, ഒരു സെറ്റിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഗേൾ ഫ്രണ്ട്സ് ഐ ഹാവ്. ഞാൻ സെറ്റിന്റെ സിമ്പിൾ ഇടുന്നു, എന്നിട്ട് ഞാൻ എഴുതുന്നു. എന്തെഴുതുന്നു? ഒന്നും എഴുതാനില്ല, ആരുമില്ല ഗൈസ്. അപ്പൊ എന്താ, ദാറ്റ്സ് ആൻ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ നൾ സെറ്റ്. അപ്പം നൾ സെറ്റ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒരു സെറ്റിൽ ആരുമില്ല എങ്കിൽ, ആരുമില്ല, എ സെറ്റ് വിച്ച് ഹാസ് നോ എലമെന്റ്, ഒരു എലമെന്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന്. ആൻഡ് നൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം, നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം പൊതുവെ. ഒന്നുകിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സെറ്റിന്റെ സിമ്പിൾ ഇട്ട് വെച്ചാൽ മതി, അതിൻ്റെ ഉള്ളിൽ ഒന്നും എഴുതാണ്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 5 ഇത് റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പല സ്ഥലത്തും കാണും, ഇതാ ഇങ്ങനെ കാണും. ഇത് നൾ സെറ്റ് അല്ല. ഇത് സെറ്റിന്റെ ഉള്ളിൽ 5 എന്ന സിമ്പിളാ, അത് സിംഗിൾട്ടൺ സെറ്റ്. അവിടെ ഒരു എലമെന്റ് ഉണ്ട്, സെറ്റിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ ഇതൊന്നല്ല നൾ സെറ്റ് അല്ലേ, തെറ്റിപ്പോരുത്. ഓക്കെ, ഇനി ഇതിന് വേറെ എക്സാമ്പിൾ എന്താ? നൾ സെറ്റിന് വേറെ എക്സാമ്പിൾ എന്താ? The set of 3 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹുസ് സ്ക്വയർ ഈസ് -1. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എങ്ങനത്തെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം? ആ റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ -1 ആയിരിക്കണം. ഏതെങ്കിലും റിയൽ നമ്പറിന്റെ സ്ക്വയർ -1 വരുമോ? ഇല്ല. ഒരു നമ്പറിന്റെ സ്ക്വയർ ഒരു നെഗറ്റീവ് നമ്പർ വരില്ല അല്ലെ? ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയറും ഒരു നെഗറ്റീവ് നമ്പർ വരില്ല. നമ്മൾ കോംപ്ലക്സ് അല്ല, നമ്മൾ റിയൽ നമ്പർ ആണ് പറഞ്ഞത്. ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയറും എന്ത് വരില്ല? ഒരു നെഗറ്റീവ് നമ്പർ വരില്ല. ഓക്കെ, ഇനി ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഹു സ്ക്വയർ ഈസ് 2. ഒരു റാഷണൽ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് എന്ത് വരില്ല? 2 വരില്ല. അപ്പൊ ആ സെറ്റിലും എലമെന്റ് ഇല്ല, കാലി സെറ്റാ. ഓക്കെ, ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് ഇൻഡിജേഴ്സ് ദാറ്റ് ആർ ബോത്ത് ഇവൺ ആൻഡ് ഓഡ്. ഇവണും ഓടുമായ
ഇവണും ആണ് ഓടും ആണ്. അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടോ? അങ്ങനത്തെ ഇൻഡിജേഴ്സ് ഉണ്ടാവുമോ? ഒന്നൂക്കിലോട് അല്ലെങ്കിൽ ഇവൺ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് രണ്ടും കൂടെ വരുമോ? ഇല്ല. അപ്പൊ എന്താ, അതിന്റെ സെറ്റിലും ആരും ഉണ്ടാവില്ല, അതിന്റെ സെറ്റിലും ആരും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ മക്കളെ? സോ എം ടി സെറ്റ് എന്താണ്, നൾ സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് രണ്ടും സെയിം ആണ്, അതെന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഒരു നോട്ടാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് സെറ്റ് 5 an empty set? അത് എം ടി സെറ്റ് അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. ഒരു എലമെന്റ് ഉണ്ട്. സോ അത് എം ടി സെറ്റ് അല്ല. അതെന്ത് സെറ്റാ? അത് സിംഗിൾട്ടൺ സെറ്റ് ആണ്, ഒരൊറ്റ എലമെന്റ് ഉള്ള. ഓക്കെ, അതെന്തായാലും എം ടി സെറ്റ് അല്ല. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ ശ്രദ്ധിക്കാം, ഒരു സെറ്റിൽ ഒരു എലമെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സെറ്റിൽ ഒരു എലമെന്റ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും നോൺ എം ടി സെറ്റ്. എം ടി അല്ലാത്ത സെറ്റ് കാലി ആയിരിക്കില്ല, അതിൽ മിനിമം ഒന്നെങ്കിലും ഉണ്ടാവും. ഒന്നിൽ കൂടാ, 2 എലമെന്റോ 3 എലമെന്റോ എത്ര എലമെന്റ് വേണേ ഉണ്ടാവാം. പക്ഷെ മിനിമം ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും നോൺ എം ടി സെറ്റ് എന്ന്. ഓക്കെ അല്ലേ? ഓക്കെ, ഈക്വൽ സെറ്റ്സ് മക്കളെ. 2 സെറ്റ് എഴുതാം ഞാൻ. ഓക്കെ, 2 സെറ്റ് എഴുതാം. സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3. സെറ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് 3 1 2. ഇത് രണ്ടും ഈക്വൽ ആണോ അല്ലയോ നമ്മൾ എങ്ങനെയാ നോക്കുക? ആദ്യം മക്കൾ നോക്കുക, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ നോക്കുക. എയിൽ 1 ഉണ്ട്, ബിയിൽ 1 ഉണ്ട്. എയിൽ 2 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്. എയിൽ 3 ഉണ്ട്, ബിയിൽ 3 ഉണ്ട്. ഇനി നേരെ തിരിച്ചു നോക്കുക, ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടോ നോക്കുക. ബിയിൽ 3 ഉണ്ട്, എയിൽ 3 ഉണ്ട്. ബിയിൽ 1 ഉണ്ട്, എയിൽ 1 ഉണ്ട്. ബിയിൽ 2 ഉണ്ട്, എയിലും 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഈക്വൽ സെറ്റ്സ് ആണ്. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, നേരെ തിരിച്ച് ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാം, ആ 2 സെറ്റ്സ് നമുക്ക് പറയാം ഈക്വൽ സെറ്റ്സ് എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 5 4 3. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 5 4 3 1. രണ്ടും ഈക്വൽ സെറ്റ്സ് ആണോ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 താഴെ 5 ഉണ്ട്, മേലെ 4 താഴെ 4 ഉണ്ട്, മേലെ 3 താഴെ 3 ഉണ്ട്. മേലെയുള്ള എല്ലാ എലമെന്റ്സും താഴെ ഉണ്ട്. അപ്പൊ ഈക്വൽ സെറ്റ്സ് ആണല്ലേ? അല്ല, നേരെ തിരിച്ചു നോക്കണം. താഴെയുള്ള 5 മേലുണ്ട്, താഴെയുള്ള 4 മേലുണ്ട്, താഴെയുള്ള 3 മേലുണ്ട്, പക്ഷെ താഴെയുള്ള 1 മേലെ ഇല്ല. അപ്പൊ എന്തല്ല? രണ്ടും ഈക്വൽ അല്ല. 2 സെറ്റ്സും ഈക്വൽ സെറ്റ്സ് ആവും എപ്പോഴാ? ഒരു സെറ്റിൽ എല്ലാ എലമെന്റ്സും മറ്റേ സെറ്റിലുണ്ട്, മറ്റേ സെറ്റിൽ എല്ലാ എലമെന്റ്സും ഇപ്പുറത്തെ സെറ്റിലുണ്ടെങ്കിൽ നമുക്ക് പറയാം 2 സെറ്റ്സും ഈക്വൽ സെറ്റ്സ് ആണെന്ന്. സെറ്റ് ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ. നെക്സ്റ്റ്, ഇക്വാലന്റ് സെറ്റ്സ്. ഒന്നുമില്ലടാ, 2 സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. 2 സെറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഒരു സെറ്റ് ഇതാ. രണ്ടിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര നോക്ക്, എത്ര എലമെന്റ്സ് നോക്ക്. 1 2 3 4 എലമെന്റ്സ് ഉണ്ട്. ഇപ്പുറത്തോ 1 2 3 4 എലമെന്റ്സ്. രണ്ടിലും നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 2 സെറ്റ്സ് എന്താണ്? ഇക്വാലന്റ് സെറ്റ്സ് ആണ്. ഈക്വൽ സെറ്റ്സും ഇക്വാലന്റ് സെറ്റ്സും സെയിം ആണോ? അല്ല. ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എലമെന്റ്സ് വേണം രണ്ടിലും. ഐ മീൻ സെയിം എലമെന്റ്സ് ആയിരിക്കണം രണ്ടിലും ഉണ്ടാവേണ്ടത്. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടാവണം, ബിയിലുള്ള എല്ലാ എലമെന്റ്സും എന്തിലുണ്ടാവണം? എയിലുണ്ടാവണം. അത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയത്, അതാണ് ഈക്വൽ സെറ്റ്സ്. സെയിം എലമെന്റ്സ് ആണ്, ഓർഡർ മാറ്റി എഴുതിയ സെറ്റ്സ് ആയിരിക്കും ഈക്വൽ സെറ്റ്സ്. എന്നാൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സെയിം എലമെന്റ് ആവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു 1 2 3, ബി ഇസ് ഈക്വൽ ടു എ ബി സി. ഇത് ഇക്വലൻസ് സെറ്റ്സ് ആ. കാരണം എന്താ? ഇവിടെ 3 എലമെന്റ്, താഴെ 3 എലമെന്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണ്. സോ they are called equivalent sets. അപ്പൊ n of a equal to n of b എന്നാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. സെറ്റ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി എന്നാണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ മക്കളെ? സെറ്റ്സിന്റെ ബേസിക്സ്, ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നത്, എപ്പോഴാണ് ഈക്വൽ ആവുക, എപ്പോഴാണ് ഇക്വലന്റ് ആവുക എന്നെല്ലാം മനസ്സിലായല്ലോ. സോ കൃത്യമായിട്ട് കമന്റ് ഇടാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിന്ന്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഏത് ടോപ്പിക്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് കമന്റ് ഇടാം. നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ.